സുഹൃത്തുക്കളെ, പിന്നെ നമ്മൾ ട്രിപ്പ് പോകാമോ? എവിടെയാണ്? മംഗലാപുരത്തേക്കൊരു യാത്ര ഉണ്ടാക്കണം. വണ്ടിയൊക്കെ എടുത്ത് സെറ്റാക്കി ഇറങ്ങിയപ്പോൾ കിടക്കണം. മഴ, സൂപ്പർ മഴയാണ്. വണ്ടിയിൽ ഇരുമ്പാണ്, ഫുള്ളും നനയാൻ സാധ്യതയുണ്ട്. നമ്മളെ ദാർപ്പായ്ക്ക് ചെറിയ ഓട്ടമുണ്ട്, പക്ഷെ ഡ്രൈവർക്ക് വന്നൊരു പ്രശ്നമല്ല, ആളിങ്ങനെ വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല രാത്രി വണ്ടി ഓട്ടി പോകാൻ നല്ലൊരു വൈബാണ്. മഴയത്ത് ഇങ്ങനെ ഹൈവേയിൽ കയറി, NH-24 എക്സ്പ്രസ് ഹൈവേയിൽ കയറി ഇങ്ങനെ മംഗലാപുരം, കാസർഗോഡ്, കണ്ണൂർ ഇറങ്ങുവാണ്. നല്ല ഹൈവേ. എല്ലാവരും ആൾക്കാരൊക്കെ ഉറങ്ങിയിട്ട് ഉറക്കാൻ വേണ്ടി സൈഡാക്കിയിരിക്കണം. നമ്മൾ ഉറക്കമൊന്നുമില്ല. നൈറ്റിൽ 2 മണി 3 മണി സമയത്ത് ഇങ്ങനെ യാത്ര തന്നെയാണ്. പറയാലോ, പിന്നെ പകലിനെ വെളിച്ചമാക്കിയവൻ ഡ്രൈവർ. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇങ്ങനെ ഓടി ക്ഷീണിച്ച് അവസാനം നമ്മളിവിടെ എത്തിയിട്ടോ. ഒരു ചെറിയൊരു പകുതി ലോഡ് ഇറക്കാൻ വേണ്ടി കണ്ട് കണ്ണൂരിൽ മട്ടന്നൂർ ഇറക്കി. അങ്ങനെ ഈ കമ്പിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇവിടെ. നല്ല കമ്പി, ജനാല് ഒക്കെ ഇവിടുന്ന് ഉണ്ടാക്കാനുള്ള കമ്പി മലപ്പുറത്ത് നിന്ന് ലോഡായിട്ട് നമ്മൾ പോയതാണ്. ലോഡൊക്കെ ഇറക്കി ഡ്രൈവർ ഇതിൽ ഇറക്കാട്ടോ. അവനിപ്പോൾ ഇവിടുന്ന് ഒരു സംഭവം ഒപ്പിച്ച് വരുന്നുണ്ട്. ബലൂണാ തോന്നുന്നത്, വീർപ്പിച്ചിട്ടുണ്ട്. പോട്ടെ വീർക്കണില്ല. എല്ലാ പള്ളിയത്തെ കാറ്റ് മുഴുവനായിട്ട് പോയി. അപ്പോൾ അത് കീർപ്പിച്ച് നടന്നില്ല. പക്ഷെ നമ്മൾ വീണ്ടും യാത്ര തുടരാണ്. രാവിലെ ഈ പോണത് കാസർഗോഡ് മംഗലാപുരത്തേക്കാണ്. കുമ്പള കഴിഞ്ഞ് കുറച്ചുകൂടി പോയാൽ നല്ലൊരു യാത്രയാണ്. കാസർഗോഡ് മംഗലാപുരം. വണ്ടി ലോഡ് തൂക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. ലോഡാക്കാൻ വേണ്ടി തൂക്കി കഴിഞ്ഞ് വണ്ടി നമ്മൾ ഇറക്കിയിട്ട് ഇങ്ങനെ പോവാണ്. നല്ല ഇവിടെ ഒരു വ്യവസായ സമുച്ചയമാണ്. എല്ലാ വ്യവസായങ്ങളും, ഇരുമ്പ്, പ്ലൈവുഡ്, അങ്ങനെ എല്ലാ വലിയ വലിയ കമ്പനികളും ഒരൊറ്റ ഇതിൻ്റെ ഉള്ളിൽ ആണ്. ഒരു മെയിൻ ഗേറ്റിലൂടെയാണ് കയറി പോണത്. ഈ ഗേറ്റിൻ്റെ ഉള്ളിൽ ഒരുപാട് കമ്പനികളുണ്ട്. കേരളത്തിൽ എത്ര കമ്പനികളുള്ള സ്ഥലം കാസർഗോഡുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. മംഗലാപുരത്ത് ഓക്കെ, എല്ലായിടത്തും നിറച്ച് ബംഗാളീസും എല്ലാവരും ഉണ്ട്. പക്ഷെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, വളരെ വൃത്തി. നല്ല കടലിന് ചാരിയാണ്, അതായത് തൊട്ടതായ കടലാണ്. കടൽ നല്ല ഒന്നിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. കടൽ കുറേ കമ്പനികളാട്ടോ. അതൊക്കെ വേസ്റ്റ് ഇതിൻ്റെ കമ്പനികളൊക്കെ, പ്ലാസ്റ്റിക്കുകളൊക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ അവിടെ കുറേ. അപ്പോൾ ഇവിടുന്ന് ലോഡ് കയറ്റാനുള്ള പരിപാടിയാണ്. വണ്ടി ഏകദേശം ബാക്ക് ഇട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്. ലോഡ് കയറ്റി. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഗേറ്റ് തുറക്കാനും മടി. സെക്യൂരിറ്റിനോട് സംസാരിക്കുന്നുണ്ട്. ഇതൊരു കടലാട്ടോ. ഇവിടെ സൈഡിൽ കൂടെ ഫുള്ള് കടലാണ്. കാണുന്നുണ്ടോ അറിയില്ല. കടപ്പുറത്തിന് ചാരിയാണ് ഈ ബിസിനസ് സമുച്ചയം. എനിക്ക് കയറ്റാൻ പോകണ ഈ കമ്പി, പ്ലാസ്റ്റിക്, തകിട് ഒക്കെ. ഈ തകിട് വെച്ചിട്ടാണ് പൈപ്പ് ഉണ്ടാക്കുന്നത്. ഈ പൈപ്പാണ് നമ്മൾ ഇവിടുന്ന് ലോഡ് കയറ്റി മലപ്പുറത്ത് കൊണ്ടുപോകുന്നത്. ആൾ ചെറിയ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇറങ്ങി. രക്ഷയില്ല. പൈപ്പൊക്കെ ലോഡ് കയറ്റി റെഡിയാക്കാൻ നിൽക്കുകയാണ്. ഇവിടെ തന്നെ ഉണ്ടാക്കണം. ലോഡ് കയറ്റി പോകുന്നു. വൈക്ക് നമ്മൾ ഇത് അപ്പം ബീഫാണല്ലോ. ഞാൻ ഇറച്ചി പൂളാണ് ഇങ്ങോട്ട് വാങ്ങിയത്. പക്ഷെ അപ്പം പൂളാണത്. അപ്പം ബീഫും കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കാസർഗോഡ് ഫുഡ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോന്നു. തിരിച്ചിങ്ങനെ പോരാണ്. രാത്രിയാണ്. ഇങ്ങോട്ട് യാത്രയായി. കുറച്ചേരം ഞാൻ ഓടിച്ചു. അത് കഴിഞ്ഞ് ഓട്ടി. പിന്നെ കുറച്ച് നേരം ഒച്ചയൊക്കെ ഉണ്ട്. പിന്നെ ആളുണ്ട് അടിയിൽ. ടയർ പഞ്ചറായി. ഒരു രക്ഷയില്ല. പിന്നെ പറയണ്ടല്ലോ, പണി പാളി. പെരും മഴയും. ആ ചളിയിൽ കിടന്ന ആളെയും ജാക്കി വെച്ച് പൊന്തിച്ച്. നല്ല എന്തായാലും ഡ്രൈവറെ കഷ്ടപ്പാട്. അദ്ദേഹം നല്ല മെസ്സിൽ പിടിച്ച് ഇതൊക്കെ പൊന്തിച്ച്. ജാക്കി പൊന്തിയില്ല. ഞങ്ങൾ വേറെ ആളെ വിളിച്ച് ഇവനെ വിളിച്ച് ജാക്കി പൊന്തിച്ച് ലാസ്റ്റ് ടയറൊക്കെ സെറ്റാക്കി
ഇല്ല ടയർ പൊട്ടി ഫ്ലാപ്പൊക്കെ പോയതുകൊണ്ട് ആ ടയർ ഇടാൻ പറ്റിയില്ല, പുതിയൊരു ടയർ ഇട്ടു. അങ്ങനെ കമ്പനിയിലെത്തി, ഒരു രക്ഷയില്ല, അവിടെ എത്തി തിരിച്ചു പോകുന്നു.